ഇല്ലടാ, ഞാൻ ഇപ്പൊ എത്തിനേ ഉള്ളൂ. ആ, ബാക്കിയെല്ലാവരോട് എത്തിയാ? നിങ്ങളെന്താ ശ്രദ്ധിക്കണ്ടെന്നറിയാ, അവര് കെട്ടിയ ആ സൈഡില്ലേ, അതൊരു രസമില്ല, ഭംഗിയില്ല കാണാൻ. നമുക്ക് ഇങ്ങേ സൈഡ് വെക്കാം ഫ്ലക്സ്, ഫ്ലാഗ് ഈ ക്രോസ് കെട്ടാം. ആ, എന്നാലേ രസമുള്ളൂ. എന്നാൽ ഏത് മൂലക്ക് നോക്കിക്കഴിഞ്ഞാലും കറക്റ്റായിട്ട് കാണാൻ പറ്റും. ആ, ധനേഷിനെ അവനിലും വിളിക്ക്, നീ വിളിക്ക്. വരും വരും, അവര് വരൂ. ഞാൻ ഇന്നലെ പറഞ്ഞതാ, കണ്ടു പറഞ്ഞതാ. ആ, ഇല്ലാന്നേ, വേഗം വരുവാടാ. അനക്കൊന്ന് കുളിക്കേ വേണ്ടു. കുളിക്കണം, ചായ കുടിക്കണം, അപ്പഴും വരും. ആ, ശരി എന്നല്ലേ. ഏട്ടാ സാധനം വാങ്ങിട്ട് വരുവാ, രാത്രിത്തേക്കൊന്നുമില്ല. എന്തെങ്കിലും വേഗം ആക്കാലോ. ഇനിയിപ്പോ സാധനം മേടിക്കാൻ പോകുന്ന കയ്യല്ലേ, അനക്ക് ഫ്ലക്സിന്റെ കെട്ടാൻ കുളിക്കാൻ ഒരുപാട് പണിയുണ്ട്. അവിടെ പോയിട്ട് പെണ്ണിനോട് പോകാൻ പറ, ഇവിടെ അടുത്തല്ലേ, അങ്ങനെ പഠിക്കലേ പോയിട്ട്. അല്ല നിങ്ങൾ എന്നീ പറയുന്നേ, അങ്ങനെ കുടിമയുള്ള സ്ഥലമല്ലേ ആടാ, ആടി പെണ്ണിനോടില് നിങ്ങളെന്നീ പറയുന്നിങ്ങനെ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ട് വരുമല്ലേ വേണ്ടു, വണ്ടി ഓടിയുണ്ട്, ഒന്ന് എടുത്തിട്ട് പോയി മേടിച്ച് 2 മിനിറ്റത്തെ കാര്യല്ലേ ഉള്ളൂ. ഞാൻ നീ പറയുന്നത്, നമുക്ക് മാത്രല്ലേ മക്കളുള്ളൂ, വേറെ ആർക്കും ഇല്ല. ഈ സന്ധ്യാസമയത്ത് ഞാൻ കാണാത്ത നാടായത്. നിന്നെ ചിലപ്പം വീട്ടിൽ നിന്ന് അങ്ങനെ ആയിരിക്കും പഠിപ്പിച്ചിട്ടുണ്ടാവുക, അങ്ങോട്ട് തിരിയരുത് ഇങ്ങോട്ട് തിരിയരുത്, അങ്ങനെയല്ല കുട്ടികൾ പഠിക്കേണ്ടത്. അത്യാവശ്യം പോയിട്ടും വന്നിട്ടും എല്ലാം പഠിക്കണം, എല്ലാവരുമായിട്ടും ഇടപെട്ടിട്ടും പഠിക്കണം. ഈ നാട്ടുകാരെപ്പെടുന്ന കുട്ടിയെ പിടിച്ചിരുന്നല്ല, ഈ കുടിക്കുന്ന എല്ലാവരും മോശക്കാരാ? നീ എന്താ ഉദ്ദേശിക്കുന്നേ? കുട്ടികൾ പല കാര്യത്തിലും സ്വയംപ്രാപ്തി ഉണ്ടാവണം. എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. എല്ലാ കാര്യത്തിലും ഞാൻ ഉണ്ടാവുക എപ്പോ. ഏട്ടാ ഈ കുടിക്കുന്ന എല്ലാരും കുഴപ്പക്കാരാന്നല്ല പറഞ്ഞേ, ഇന്നത്തെ കാലം അതല്ലേ. നിങ്ങൾക്കറിയാം നിങ്ങളെ കൂടെ നടക്കുന്ന എല്ലാരും നല്ലതാണോ? നിങ്ങളെ കൂടെ നടക്കുന്നത് അടിയനില്ലേ, അയാന്റെ കണ്ണ് നോട്ടം തന്നെ കാണുമ്പോ പേടിയാവും. നിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകേണ്ടൊന്നുമില്ല. ഞാനിപ്പോ ഫോൺ വിളിക്കുന്ന കണ്ടിന്, അങ്ങോട്ട് ഫ്ലക്സിന്റെ കാര്യമെല്ലാം പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഞാൻ ഏടിയും പോരും, ഈട് തന്നെ ഇരിക്കണം. സാധനം മേടിച്ചുകൊണ്ടെന്ന് ഈടിയിരുന്ന് നിങ്ങളെപ്പുറം വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നങ്ങ് നല്ലയാള്. നാട്ടുകാരായിട്ടൊന്നും ഒരു ബന്ധം ഉണ്ടാകും. നിങ്ങൾ അങ്ങനെയാണല്ലോ, നീ അങ്ങനെയാന്ന് അതേപോലെ ഇപ്പം മോളെ ആക്കണം. പല പേടി പറഞ്ഞ് ആടെ കുടിയന്മാർ ഈടി ഇപ്പുറം പുകവലിക്കുന്ന ആള് അയ്യൂട്ട പോയിക്കൂടാ ഈരൂട്ട പോയിക്കൂടാ എന്ന ഉദ്ദേശമോ? നിന്നെ പോലെ എന്റെ മക്കളെ ആക്കൂല കേട്ടാ. ഞാനേ ഇനി വാ. ഞാനൊരു അമ്മയാണ്, എന്റെ പേടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. നിങ്ങള് മക്കളെ പഠിപ്പിക്കുവോ, നിങ്ങളെ ഇഷ്ടത്തിൽ വളർത്തുവോ എന്നാ ചേച്ചി. ഞാനോളെ മോളൊന്ന് കടയിൽ പോയിട്ട് വന്നിട്ടെ, വേഗം പോയിട്ട് വാ, കുറച്ച് സാധനം മേടിക്കട്ടെ. അച്ഛൻ സന്ധ്യയില്ലേ, ഞാൻ ഒറ്റക്ക് കൊണ്ടച്ച, അച്ഛനും കൂടി വരുക. നീ ആ അമ്മേന്റെ തനി സ്വരൂപം. ആടെ ആരാ ഉള്ളത്? മോളെ അറിയുന്ന ആളെ ആടെ ഉള്ളൂ, അച്ഛൻ അറിയുന്ന ആളെ ആടെ ഉള്ളൂ. പിന്നെ ഒന്ന് ഇത്ര പേടിക്കണ്ടേ? വേഗം പോയിട്ട് വാ, പൈസ ഞാൻ എടുത്തുതരാം. എന്താ വേണ്ടത് നമ്മൾ വിളിക്കുക കേട്ടാ. പേടിക്കൊന്നും വേണ്ട, ആകെ 10 മിനിറ്റല്ലേ ഉള്ളൂ. വേഗം പോയിട്ട് വാ. മോളെ ലിസ്റ്റ് അവിടെ കൊടുത്താൽ മതി കേട്ടോ. വേഗം പോയിട്ട് വരണേ, സമയം കളയാറേ. അവിടെ ഇവിടെ നോക്കി നിൽക്കൊന്നും ചെയ്യറേ. ഫോൺ കയ്യിൽ വെച്ചോ, അച്ഛനോട് പറയണ്ട കേട്ടാ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അപ്പഴും വിളിക്കണം കേട്ടാ. ഫോണിൽ കളിക്കറേ, ചാർജ് തീരാനായിരുന്നു, ഫോണിൽ കളിക്കറേ കേട്ടാ. വേഗം പോയിട്ടോ. ഏട്ടാ നിങ്ങൾ ഒരിക്കൽ പോയി നോക്കേട്ട, സമയം കൊറേയായി. ഇത്ര സമയമായി പെണ്ണ് പോയിട്ട്. ഒന്ന് മിണ്ടാണ്ടിക്ക്, ഇടി ഇട്ടായാ പെണ്ണിപ്പിങ്ങി വരൂ. മിണ്ടാണ്ട് നാട്ടെ. ഇപ്പൊ കുളിക്കും വേണ്ട, തിരക്കൂലല്ലോ, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രം. ഞാൻ കുളിക്കാത്തല്ലേ പ്രശ്നോ? ഞാൻ കുളിച്ചു പോയേക്കാം, എന്തെങ്കിലും അങ്ങ് പറയും.
എന്താ കുട്ടി ഇടുന്നിനി? നീ സുരേഷിന്റെ മോളല്ലേ? മാമ ഞാൻ പീടിയെ പോകാൻ നോക്കുന്നേനു. പിന്നെ കൊറേ പേര് അങ്ങോട്ട് നടന്നു പോന്നു. ഇവിടെ കുടിയന്മാരെല്ലാം കണ്ടോണ്ട് പോയതോ. അച്ഛൻ വിളിക്കാൻ നോക്കുമ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. കുട്ടി പോയി സമയം എത്രയായി ഇപ്പൊ? ഞാൻ അങ്ങോട്ട് ഫോൺ കൊടുത്തിട്ട് ഇപ്പൊ അത് നോക്കുമ്പോ സ്വിച്ച് ഓഫ് ആണ്. നിനക്ക് പേടിയാകുന്നു. ഒന്ന് പോയി നോക്ക്. നീ ഒന്ന് മിണ്ടാണെന്നാട്ടെ. വെറുതെ പേടിപ്പിക്കുന്ന മനുഷ്യനാ. പൈസയായിട്ടൊന്ന് വിളിച്ചു നോക്കണേ. ഹലോ സൈചേട്ടാ, എന്റെ മോളങ്ങോട്ട് വന്നില്ലോ? ഇല്ല. ആ വീടിനെ കുറച്ച് സമയം ഇല്ലല്ലേ? കുട്ടി അവിടെ എത്തിയിട്ടില്ലല്ലേ? ഞാൻ അന്നേരം പറഞ്ഞില്ല ഇങ്ങോട്ട് പോകെ. നിങ്ങൾ ഇതിനെല്ലാം കാരണം വേഗം പോയി നോക്കുമായിരിക്കും. ഇങ്ങനെ ഇരിക്കണ്ട്. മനുഷ്യൻ പോയിട്ട് പേടിക്കും. ഞാൻ ആരും വിളിച്ചു നോക്കാം, ഇല്ലേ ഞാൻ പോയി നോക്കാം. ഏട്ടാ വരുന്നുണ്ട് ഏട്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ ഓറില്ലേ? ഓറുണ്ട്. ആ സന്തോഷേട്ടാ, ഞാൻ അങ്ങോട്ട് വരാൻ നോക്കലേനു. എടാ നീ ഇന്ന് എത്ര കേട്ടലും പഠിക്കൂലല്ലേ? കുട്ടി ഒറ്റയ്ക്കാണ് അവിടെ പേടിച്ചിട്ട്. കുറെ ബള്ളൊരു ടീമും ഹിന്ദിക്കാറും. നീ അല്ലേ ഏത് ലോകത്താ നീ? എടാ മോള്, നിനക്കോ നിന്റെ ഓക്കും മാത്രം ഏട്ടാ. നിഴലിനെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം ഇത്. എടാ മക്കളില്ലാതെ അതിന്റെ വിഷമം അറിയൂ. 10-15 കൊല്ലായിട്ട് ഞാൻ അനുഭവിക്കുന്ന. എടാ ഞാനിന്ന് വരുന്നില്ലേ? നിങ്ങളെല്ലാരും കൂടി കൈകാര്യം ചെയ്യും. ഇവരൊറ്റക്കല്ലേ ഇടയുള്ളൂ.